ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഓണം മേക്കപ്പ് ലുക്കുമായിട്ടാണ്. അതായത് ഈ ഒരു ലുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്തതെന്ന് നമുക്ക് കാണാം. അപ്പം നമുക്ക് താമസിക്കേണ്ട വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് അക്വ കളറിൻ്റെ ലെൻസ് ആണ് വെക്കാൻ പോകുന്നത്. ഇത് സ്പൈസി ഗ്രേ ആണ്. അപ്പം നമുക്ക് വെച്ചിട്ട് വരാം. ഠടാ! അപ്പം ലെൻസ് വെച്ച് വന്നിട്ടുണ്ട്. ഈ ഠട എന്ന് പറയുന്ന കണക്കല്ല, ഒത്തിരി സമയമെടുത്ത് കരഞ്ഞ് മെഴുകിയാണ് വെച്ചിട്ട് വന്നത്. ഓക്കെ, ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു റോസ് വാട്ടറാണ്. അപ്പോൾ നമുക്ക് ഫേസിലത് അടിച്ചു കൊടുക്കാം. ബ്രാൻഡ് ഏതാണെന്ന് ചോദിക്കരുത്. ഇത് ഞങ്ങൾ CSD ക്യാൻറ്റീനിൽ നിന്ന് മേടിച്ച ഒരു ഗുലാബ് ജാൽ എന്ന് പറഞ്ഞ ഒരു ഇതാണ് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് നമുക്ക് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. ഇത് അക്കോളജിക്കയുടെ മോയ്സ്ചറൈസറാണ്. അപ്പം നമുക്ക് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ അടുത്ത് യൂസ് ചെയ്യുന്നത് അക്കോളജിക്കയുടെ തന്നെ സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ മുഖ്യം ബിഗിലെ. ഓക്കെ, അപ്പോൾ നമുക്ക് സൺസ്ക്രീൻ വാരിക്കോരി യൂസ് ചെയ്യും. ഇത് സത്യം പറഞ്ഞാൽ ഒരു വൈറ്റ് കാസ്റ്റ് ഒന്നും തരാത്ത ഒരു സൺസ്ക്രീനാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫാനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ജോവീസിൻ്റെ ഹെർബൽ ലിപ് ബാം ആണ് കേട്ടോ. ജോവീസിൻ്റെ ആണ്. ഓക്കെ, അപ്പം ഞാൻ ലിപ് ബാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പ്രൈമറും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ ഇനി ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മമ എർത്തിൻ്റെ ഫൗണ്ടേഷനാണ്. അതിൻ്റെ ചെറിയതാണ് കേട്ടോ, ചെറിയ ട്യൂബാണ് ഞാൻ മേടിച്ചത്. എൻ്റെ ഷെയ്ഡ് നമ്പർ 2 ആണ്. ക്രീം ഗ്ലോ ആണ് ഷെയ്ഡ്. അപ്പം നമുക്ക് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല. സ്പഞ്ചും മേക്കപ്പ് ബ്ലെൻഡറും ഒന്നും യൂസ് ചെയ്യുന്നില്ല. ബ്രഷും ഒന്നും യൂസ് ചെയ്യുന്നില്ല. കൈ വെച്ച് തന്നെ ഈ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഫൗണ്ടേഷൻ എൻ്റെ സ്കിന്നിനെക്കാട്ടി ഒരു സ്കിന്ന് ലൈറ്റ് ആയിട്ടത്. കാരണം എൻ്റെ സ്കിന്നിൽ അത് ഓക്സിഡൈസ് ആകുമ്പോൾ എൻ്റെ സ്കിന്നിനെക്കാട്ടി താന്ന കളർ വരും. അതുകൊണ്ട് ഒരു ഷെയ്ഡ് ലൈറ്റ് ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എനിക്ക് ആ ലെൻസ് ഇഷ്ടപ്പെട്ടു. അടിപൊളി ലെൻസ് അല്ലേ. ഓക്കെ, ഇനി ഞാൻ കോമ്പാക്റ്റ് പൗഡറും ഒന്നും യൂസ് ചെയ്യുന്നില്ല. കൺസീലറും ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ അല്ലല്ല, ഇനി അടുത്തത് ഞാൻ ഇത് കുറച്ച് ബ്ലഷ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇവിടെയും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബ്ലഷ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോമ്പാക്റ്റ് പൗഡർ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ യാർഡ്ലി ഇൻ്റർനാഷണൽ പരിമണത്തിൻ്റെ പൗഡർ യൂസ് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് പൗഡർ എടുക്കാം. പൗഡർ എടുത്തിട്ട് നമുക്ക് ചെറിയൊരു സ്പഞ്ച് വെച്ച് തേച്ച് കൊടുക്കും. ബാക്കി നമുക്ക് ഇതുപോലെ ഊതിക്കളയാം. നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ ഗൈസ്? പൗഡർ തൂത്തുള്ളതിട്ട് ബാക്കി ഊതിക്കളയുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ? ഓക്കെ, അപ്പം നമുക്കിനി അടുത്തത് യൂസ് ചെയ്യാൻ പോകുന്നത് അടുത്ത് നമ്മൾ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവാം. ഇത് ഏത് ബ്രാൻഡാണെന്നൊന്നും ചോദിക്കരുത്. ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. അപ്പം നമുക്ക് ഐബ്രോ ഒരു ബ്രൗൺ ഷെയ്ഡ് വെച്ച് ഇതിനകത്ത് ഈ ബ്രൗൺ ഷെയ്ഡ് വെച്ച് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണെഴുതി കൊടുക്കാം. അതിന് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ മെബിലിൻ്റെ കൊളോസിയൽ കാജലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കണ്ണ് നല്ല തിക്കായിട്ട് എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ കണ്ണ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകൾ വശം എഴുതാം. അതിന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് NYBയുടെ ഐലൈനറാണ്. അപ്പം നമുക്ക് നല്ലതുപോലെ വാലിട്ട് എഴുതാം.
വേണമെങ്കിൽ നമുക്ക് ഐലൈനർ വെച്ച് ഇതുപോലെ താഴെ എഴുതി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ലിപ് ബാം ഇല്ല, അധികം ഉള്ള ലിപ് ബാം ഒന്ന് തൂത്ത് കളയാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിൻ്റെ ലിപ്സ്റ്റിക് ഇല്ലേ, 3 shade in 1 ലിപ്സ്റ്റിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഒരു ലിപ്സ്റ്റിക്കാണിത്. ഇത് അത്യാവശ്യം ലോങ് സ്റ്റേ ഒക്കെയാണ്, എനിക്കിഷ്ടമായി ലിപ്സ്റ്റിക്ക്. അപ്പം നമുക്ക് മേളിലൊരു ഷെയ്ഡ് ഇടാം. മേളിൽ ന്യൂഡ് ഷെയ്ഡും താഴെ ഇച്ചിരി ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് ഇടാം. ഓക്കെ, എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഈ ഷെയ്ഡ് എനിക്ക് ഇച്ചിരി ലൈറ്റാണ്, അപ്പം നമുക്ക് നമ്മുടെ മെബിലിൻ്റെ മേഡ് ഈസി എന്നുള്ള ലിപ്സ്റ്റിക്കും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കുഞ്ഞു എന്തിയേ ഒന്ന് അനങ്ങാതിരിക്കുന്ന? ഓക്കെ, അപ്പം നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടിട്ട് കൊടുക്കാം. പൊട്ട് എന്താ, ഒരു റെഡ് കളർ പൊട്ട് കുത്തി കൊടുക്കാം നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് ഹെയർ സ്റ്റൈലിൻ്റെ പരിപാടി നോക്കിയാലോ. നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് മുടിയെല്ലാം ഒന്ന് ഈരി ജടയൊക്കെ കളഞ്ഞിട്ട് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് സൈഡ് പാർട്ടീഷനാണ്. എനിക്ക് ഈ നടുക്കൂടെ ഒന്നും എടുത്താൽ ഒട്ടും ഭംഗിയില്ല, എൻ്റെ മുഖത്തിനൊട്ടും ചേരാത്തതാണൊക്കെ എനിക്ക് തോന്നുന്നു. നടുക്കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ മുടി കട്ട് ചെയ്തിട്ടേക്കുന്നുണ്ട്, ഒരു തരത്തിലും മുടി നിൽക്കത്തില്ല കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ സൈഡ് പാർട്ടീഷനാണ് എടുത്തത്. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഒരു സെക്ഷൻ മുടി എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിരിച്ചു കൊടുക്കാം. പിരിച്ചു കൊടുത്തിട്ട് അടുത്ത ഒരു സെക്ഷൻ മുടി എടുത്ത് അതിനകത്തോട്ട് ആഡ് ചെയ്ത് പിരിച്ചു കൊടുക്കാം. ഇങ്ങനെ നമുക്ക് അടി വരെ ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഫുൾ ഇങ്ങനെ ആഡ് ചെയ്ത് പിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് പുഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കാം. പുഷ് ചെയ്തിട്ട് ഒരു ഈർക്ലി സ്ലൈഡോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് ഇവിടെ ഒന്ന് കുത്തി കൊടുക്കാം. ഈ ഹെയർ ഇവിടെ കട്ട് ചെയ്തിട്ടേക്കുന്നുണ്ട്, ഒരു തരത്തിലും നിൽക്കത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് ഒന്നും കൂടി ഒന്ന് നല്ലതുപോലെ പുഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എൻ്റെ കൂട്ട് മുടിക്ക് നീളമില്ലാത്തവർക്ക് വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നതാണ് ദാണ്ട ഈ ഒരു ഹെയർ എക്സ്റ്റൻഷൻ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചായിരുന്നു. പിന്നെ ഇടാൻ ഓക്കെ ആയത്, അഴിച്ചിടാൻ എൻ്റെ ഹെയറുമായിട്ട് ഒട്ടും മാച്ചായി പോകത്തില്ല അഴിച്ചിടുമ്പം. അപ്പം നമുക്ക് ഈ ഹെയർ എക്സ്റ്റൻഷൻ വെച്ച് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പം ഹെയർ എക്സ്റ്റൻഷൻ എല്ലാം വെച്ചിട്ടുണ്ട്. വെച്ചിട്ട് ഞാൻ മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് മെടയാൻ പോവാണ്. ചുമ്മാ കലപില എന്ന് മെടയും, അത്ര നീറ്റ് ഫിനിഷായിട്ടൊന്നും മെടയുന്നില്ല. നമുക്കൊരു ബണ്ണിട്ട് കൊടുക്കാം. ബണ്ണിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് വലിച്ചു കൊടുക്കാം. ഒരുപാട് വലിഞ്ഞു പോയാൽ ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുടിക്ക് ഇച്ചിരി തിക്കുള്ളതായിട്ട് തോന്നും, പിന്നെ നമ്മുടെ മുടിയുമായിട്ട് ഇത് ചേർന്നിരിക്കും. നമുക്കിതൊന്ന് വലിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുല്ലപ്പൂ വെക്കാം. അയ്യോ, ഇതെന്തുവാ, മല്ലികപ്പൂ വെച്ച് വെച്ച് വാടുതേ
அந்த வெள்ளி நில വന്ന് വന്ന് പോകുതേ. ഇത് വാടാതിരിക്കാൻ വേണ്ടി ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ പൂവാണ് വെച്ച് കൊടുക്കുന്നത്. വാടാതിരിക്കാൻ വേണ്ടി ഒന്നുമില്ല, കിട്ടിയില്ല, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. സ്ലൈഡ് ഉണ്ടോ ആ സ്ലൈഡ് അല്ലടാ. ഓക്കെ, അപ്പം നമുക്ക് സ്ലൈഡ് കുത്തിച്ച് കൊടുക്കാം. ഈർക്കിളി സ്ലൈഡോ ഏത് സൈഡ് വേണമെങ്കിലും സ്ലൈഡ് വേണമെങ്കിലും നമുക്ക് കുത്തി കൊടുക്കാം. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ സ്ലൈഡ് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നമുക്ക് കമ്മലിട്ട് കൊടുക്കാം. ഈ കമ്മൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചൊരു കമ്മലാണ്. അപ്പം നമുക്ക് ഈ കമ്മലിട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ലൊരു കമ്മലതാ. കമ്മലിട്ട് കൊടുക്കാം. ഓവർ വലിപ്പവും ഇല്ലെന്നാ അത്ര ചെറുതും അല്ലാത്തൊരു കമ്മല, നല്ല കമ്മല. ഓക്കെ, കമ്മലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു മാലയാണ്. പണ്ടത്തെ പഴുതാര ചെയിൻ അറിയാവോ, ആ ഒരു ടൈപ്പ് മാലയത്. ഓക്കെ, അപ്പം നമുക്ക് മാല ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇത് നമ്മൾ ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചൊരു വളയാണ്. ദേവിയുടെയൊക്കെ ഒരു പടമുള്ള. കഴിഞ്ഞ വർഷം ഇത് തന്നെയായിരുന്നു. അപ്പോൾ ഈ വള ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ വള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചന്ദനക്കുറിയായിട്ട് ഹണി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചന്ദനക്കുറി ഇടാം. അയ്യോ, ഇത് നോക്കിയേ, 10 പേർക്ക് ഇടാനുള്ള ചന്ദനക്കുറി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കുറച്ച് മതി. ഇത് നമുക്ക് ഇനിയിപ്പോൾ വെള്ളം എടുക്കാൻ പോകാൻ എനിക്ക് വയ്യ. നമുക്ക് റോസ് വാട്ടറിനകത്ത് കലക്കിയിടാം. ഇട്ടേരാം. ഈ മാലയുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഒരിടത്ത് കിടക്കത്തില്ല. നമ്മൾ കെട്ടി വെക്കണം മാല. അതിൻ്റെ ഉള്ള ചരട് അതിനകത്ത് കൊടുത്തിട്ടില്ല. അപ്പം നമുക്ക് ചന്ദനക്കുറി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇവ ഓക്കെ, എനിക്കിഷ്ടമല്ല. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എൻ്റെ ഈ ഓണം മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.